ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രേഡും കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്യാം. ഇന്ന് 1 വീക്കിലധികം ഞാൻ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്തു. ഞാൻ ഇന്ന് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ് ഞാനിന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. കാരണം 2 ദിവസത്തെ ഹോളിഡേ, അതേപോലെ തന്നെ അത്യാവശ്യം വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത മാർക്കറ്റായിരുന്നു ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് വാച്ചിങ് മാത്രമായിരുന്നു. മിക്കത് റേഞ്ച് മാർക്കറ്റ് പോലെയായിരുന്നു. വലിയ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരേ ഡയറക്ഷനിലും അല്ല പൊയ്ക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ടുള്ള ട്രെൻഡാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ആദ്യം 2 ട്രേഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് പോകും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ആദ്യത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ട്രേഡും സെൻസെക്സിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം റേഞ്ച് മാർക്കറ്റാണെന്ന് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോവറിൽ നിന്ന് ഈ ജസ്റ്റ് ഒരു ഹയർ ഈ ഒരു റേഞ്ചിലെടുത്ത് എക്സിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു പുട്ട് ഓപ്ഷനും ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 ട്രേഡ് ചെയ്യുന്നു. ആദ്യത്തെ ലോസും കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് 2000 അച്ചീവ് ആയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ട്രേഡിൽ എനിക്ക് നിയർലി 2000 സംതിങ് ലോസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി 2 ട്രേഡോടെ ചേർത്ത് എനിക്ക് 4000 അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ 2000 ടാർഗറ്റും അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ അനലൈസ് ചെയ്യുകയാണെങ്കിലും വലിയ മൂവ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല. ഒരു റേഞ്ച് മാർക്കറ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ എങ്ങനെയായിരിക്കും? ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ, അതോ ഇന്നൊരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും നാളെ നല്ലൊരു മൂവ്മെൻറ്റ് കാണാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ അതേപോലെ തന്നെയാണ്, നിഫ്റ്റിയിലാണെങ്കിൽ അതേപോലെ തന്നെ. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലൊരു ചെറിയൊരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും വലിയൊരു മൊമെൻറ്റം ഒന്നിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റിയും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. നാളെ നല്ലൊരു മൂവ്മെൻറ്റ് കാണാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നാളെ നോക്കാം.